ഈ പ്രസംഗത്തിലെല്ലാ കാര്യങ്ങൾ പ്രവൃത്തിയില അത് പ്രാവർത്തികമാക്കേണ്ടത്. എല്ലില്ലാത്ത നാവ് കൊണ്ട് 50 വാട്സിന്റെ അല്ലെങ്കിൽ 150 വാട്സിന്റെ മൈക്കും വെച്ച് നമുക്ക് എന്തും വിളിച്ച് പറയാം. പക്ഷെ അതല്ല ശരി. ഈ ഗവൺമെന്റ് ഫോം ചെയ്ത ഘട്ടത്തില് നമ്മളൊക്കെ ധരിച്ചത് സംഘപരിവാറിനോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന. പക്ഷെ ഗവൺമെന്റ് പോകെ സംഘപരിവാറിനോട് ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നുണ്ടോ എന്ന് മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ഏതെങ്കിലും മനുഷ്യർ തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. അത്തരം കാഴ്ചകളാണ് കാണുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടുകൂടി ഒരു ഫോട്ടോ കണ്ടു. ആ ഫോട്ടോത്തിനകത്ത് നിൽക്കുന്നതാരാ? കാലത്തെഴുന്നേറ്റ് പച്ച വർഗീയത പറഞ്ഞ് സ്നേഹമായി ജീവിക്കുന്ന സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുന്ന ഒരു ശശികല, ഒപ്പം ഹിന്ദു ഐക്യവേദിന്റെ എന്നാൽ ഹിന്ദുക്കൾക്ക് ഒരു ഗുണവുമില്ലാത്ത പറഞ്ഞല്ലോ പരസ്പരം സ്നേഹിച്ച് നടക്കുന്ന ഒരു സമൂഹത്തിലാണ് ഭിന്നിപ്പുണ്ടാക്കുന്ന എന്താ ബാബുവാ, ഒരു ബാബു. എന്നിട്ട് ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി പോയതാ പോലും. എന്നിട്ട് അത് കൊടുത്തിട്ട് പുറത്തു വന്നിട്ട് പറഞ്ഞ് മുഖ്യമന്ത്രി അത് അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവര് കൊടുത്ത നിവേദന കണ്ടന്റ് പറയുന്നത് അറബി ഭാഷ സ്കൂളിൽ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് പാടില്ല എന്നുള്ള നിവേദനമാണ് കൊടുത്തത് എന്നാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവര് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറാനുള്ള യോഗ്യത പോലും ഉണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? നാടിന് നന്മയുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് നന്മയുള്ള അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിന് നന്മയുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി ഈ വിഷജന്തുക്കൾ ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ? ആ സമുദായത്തിൽപ്പെട്ടവർക്ക് പോലും ഇല്ല. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഉസ്ബെക്കിസ്ഥാനിൽ വെച്ചിട്ട് ഒരു സഹോദരി കൊല്ലപ്പെട്ടു. ആ തെമ്മാടിയെ, ആ കൊലയാളിയെ ലോകത്ത് ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല, അവനെയും തൂക്കിക്കൊല്ലണം അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന കാര്യത്തിൽ ഒരു മനുഷ്യർക്കും തർക്കമില്ല. പക്ഷെ അതിനകത്തും കയറി ചെന്ന് ആ മരണപ്പെട്ട വീട്ടിനകത്ത് കയറി ചെന്ന് അവിടെയും കുത്തിത്തിരിപ്പും പച്ച വർഗീയം ഉണ്ടാക്കാൻ ശ്രമിച്ച നാണം കെട്ട ഒരു കിളവിയാണ് ഈ ശശികല എന്ന് പറയുന്നത്. നോക്കണം അവിടെ എന്തൊക്കെ തെമ്മാടിത്തരങ്ങൾ ആ സ്ത്രീ വിളിച്ചു പറഞ്ഞത് അല്ലേ? അത് മുന്നിൽ നിർത്തിക്കൊണ്ട് ലവ് ജിഹാദ് അവിടെ അന്വേഷിക്കണം ഇവിടെ അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പച്ച കളവുകൾ. എന്നിട്ടൊരു സമുദായത്തിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയല്ലേ ശ്രമിച്ചത്? ആ മരണപ്പെട്ട കുട്ടിയോട് പോലും അനാദരവല്ലേ ആ സ്ത്രീ കാണിച്ചത് അല്ലേ? എന്ത് ഇസ്ലാം ആക്കണം, എന്ത് ഇസ്ലാമിലേക്ക് എന്താ പറയാ പരിവർത്തനം നടത്താനാ? അങ്ങനെ ആരെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെ മുസ്ലിം ന്യൂനപക്ഷത്തിന് 108 പ്രശ്നങ്ങൾ വേറെ കിടക്കുക. ഇവിടെ മതം ഉണ്ടാക്കാനൊന്നും ആരും മുന്നോട്ട് വരുത്തൂല്ല. അങ്ങനെ ആരും പ്രകോപിപ്പിച്ച് അല്ല എന്താ പറയേണ്ടത് ഇത്തരം ഒരു നിലപാടിനെ കൂടി ഈ മതത്തിലേക്ക് കൊണ്ടുവരാനും ഉദ്ദേശിക്കുന്നുമില്ല. ഇഷ്ടമുള്ളവർക്ക് വരാം, ഇഷ്ടമുള്ളവർക്ക് പോവാം. 100 കണക്കിന് മുസ്ലിം സ്ത്രീകളെ അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടികളെ മറ്റുള്ളവര് വിവാഹം ചെയ്ത് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പേരിൽ ഒളിച്ചോടിയിട്ടും കല്യാണം കഴിച്ചിട്ടൊക്കെ ഇല്ലേ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത്തരം പെൺകുട്ടികൾ അത്തരം നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ മതപുരോഹിതനോ അല്ലെങ്കിൽ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയോ ആ സമുദായത്തെയോ അല്ലെങ്കിൽ ആ കൊണ്ടുപോയ സമുദായത്തെയോ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ പുലഭ്യം പറയാനോ നിന്നിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളെ കാഴ്ചപ്പാടെന്താ? അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ ജീവിക്കട്ടെ. അത് അവരുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ആ മതത്തിനെ എങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയല്ല ചെയ്യുക. ഇവറ്റകളെ എവിടെയെങ്കിലും ആരെങ്കിലും പ്രണയിച്ച് അതിന്റെ ഒരു അറ്റത്തൊരു പേരെങ്ങാനും മുസ്ലിമിന്റെ നാമം ആയിക്കഴിഞ്ഞാൽ നാട് മുഴുവൻ കത്തിക്കാൻ വേണ്ടി നടക്കുന്ന ഈ തെമ്മാടികളെ കേരളത്തിന്റെ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റിയ ഈ മുഖ്യമന്ത്രി അങ്ങനെ നിന്ന് സ്വീകരിക്കുമ്പോൾ പ്രയാസമുണ്ട്, വല്ലാത്ത വിഷമമുണ്ട് കേട്ടാ. അകറ്റി നിർത്തേണ്ടവർ അകറ്റി നിർത്തണം. അന്ന് ആ ഇലക്ഷൻ കാലത്ത് ഇദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ കേട്ടു. മതനിരപേക്ഷത തകർക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെയും ഒരു വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിക്കുന്നല്ലേ പറഞ്ഞേ?
അല്ലേ? ഈ ഗവൺമെന്റ് ഫോം ചെയ്തതിന് ശേഷം ഈ സ്ത്രീ എന്തൊക്കെ പുലഭ്യങ്ങൾ വിളിച്ചു പറഞ്ഞു, എന്തൊക്കെ തെമ്മാടിത്തരങ്ങൾ പറഞ്ഞു, ഇല്ലേ? ഒരു കേസെടുത്തോ? സ്വമേധയാ കേസെടുക്കേണ്ട സ്റ്റേറ്റ്മെന്റ് നടത്തിയില്ല ഇപ്പൊ ഈ 2 ദിവസം മുമ്പ്, ഇല്ലേ? നടത്തില്ല. അപ്പം വാചകത്തിലല്ല, പ്രവൃത്തിയിലാ ചെയ്ത് കാണിക്കേണ്ടത്. തൊട്ടടുത്ത സ്റ്റേറ്റ് നോക്ക് നിങ്ങൾ, തമിഴ്നാട്. എന്താ നിലപാട്? എന്താ ആ മുഖ്യമന്ത്രിയുടെ പവർഫുൾ? ഓരോരോ വിഷയത്തിനകത്തും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാ. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത്, ജാതി മതത്തിനപ്പുറത്ത് നിന്നാണ് നിലപാട് സ്വീകരിക്കുന്നത്. മനസ്സിലായ? അതുപോലെയായിരിക്കണം ഇവിടെയും. അല്ലാതെ വാക്കൊന്ന് പ്രവൃത്തിയൊന്നും ആക്കാൻ പാടില്ല. മനസ്സിലായ? സംഘപരിവാറിന്റെ ഒരു ഘട്ടത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അവര് നാടിനെ ബാധിച്ച ക്യാൻസറാ, ക്യാൻസർ. മനസ്സിലായി? ഇനി എന്തൊക്കെ നല്ല പറഞ്ഞു, ആ ചിന്താഗതിയുള്ള എന്താ പറയുക, ഒരുത്തനും നാടിന്റെ നന്മക്കോ നാടിന്റെ പുരോഗതിക്കോ വേണ്ടിയല്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു വേട്ടാവളിയും ചെയ്തു വെച്ച പണി കണ്ടോ നിങ്ങൾ? എന്താ പേര്? മിഥുൻ. എവിടെയാ സ്ഥലം? മലപ്പുറം ചെട്ടിപ്പടയാ, അങ്ങനെ എന്തോ പറയുന്ന സ്ഥലത്ത്. എന്താ പറഞ്ഞത്? രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തലവെട്ടും എന്നാ പറഞ്ഞത്, അല്ലേ? അതും വെള്ളിയാഴ്ച ദിവസം. എന്താ വെള്ളിയാഴ്ചന്റെ പ്രത്യേകത? മുസ്ലിങ്ങൾക്ക് ജുമഅണ്ട്. അപ്പൊ അങ്ങനെയും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്നത് മുസ്ലിങ്ങളാന്ന് വിചാരിക്കും. അതിനൊപ്പം താടി വളർത്തി 5 മാസം. ഇതൊക്കെയല്ലേ നമ്മൾ കണ്ട്, അല്ലേ? നേരെ മറിച്ചിട്ട് അത് അവനെ പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവങ്ങൾ? എന്തായിരിക്കും? ആ പരമരറ്റ ചില എന്താ പറയുക സംഘപരിവാറിന്റെ പ്രൊഫൈൽ മാനസിക രോഗിയാണ് എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില ഊളകൾ തെമ്മാടികൾ വന്നിട്ട് പറയുന്നുണ്ട്. ഇനി അങ്ങനെ മാനസിക രോഗിയാണെന്ന് നിങ്ങളുടെ വാദത്തിന് നമ്മൾ അങ്ങോട്ട് മുകളിലേക്കെടുക്കാം. എങ്കിൽ അവനിക്ക് എന്തേ വെള്ളിയാഴ്ച ഇല്ലാതെ വ്യാഴാഴ്ച എന്ന് പറയാൻ കഴിയാഞ്ഞത്? എന്തേ ബുധനാഴ്ച എന്ന് പറയാൻ കഴിയാഞ്ഞത്? എന്തേ തിങ്കളാഴ്ച എന്ന് പറയാൻ കഴിയാത്തത്? വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ കൃത്യമായിട്ടുള്ള ദിവസം, മുസ്ലിങ്ങളുടെ ജുമാ ദിവസം, പ്രധാനപ്പെട്ട ദിവസം തന്നെ എന്തേ ആ തെമ്മാടി നോക്കി അങ്ങനെ പറഞ്ഞത്? അവനെ ജാമ്യം കിട്ടാതെ വകുപ്പെടുത്ത് കേസ് അറസ്റ്റ് ചെയ്യണ്ടേ? കാരണം എന്താണെന്നറിയോ? ഒരു സ്റ്റേറ്റിനകത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച നാണം കെട്ടവനാണ്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെയാണ് ഇത്രയും ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്. അത് നേരെ മറിച്ച് ഒരു മമ്മദോ പോക്കറോ കാതറോ ആയിരുന്നുവെങ്കിൽ ഇന്ന് നാണം കെട്ട മാപ്രകൾ അടക്കം ചർച്ചക്കെടുക്കൂലേ? അങ്ങ് ഇവര് ഭരിക്കുന്ന ജീന്റെ അടുത്ത് നിന്ന് മറ്റേ കുറയ്ക്കുന്ന എന്താ പറയാ NIA എന്തോ ഒലക്ക അങ്ങോട്ട് വരണം. അത് പാകിസ്ഥാൻ വഴി, ഉഗാണ്ട വഴി, ഇങ്ങനെ എന്താ പറയേണ്ടത്, പിന്നെ ഉസ്ബാക്കിസ്ഥാൻ വഴി ഇങ്ങോട്ടിറങ്ങി വന്നിട്ട് അവിടെ ബന്ധങ്ങൾ അന്വേഷിക്കണം, എവിടെ നിന്ന് ഫണ്ട് വരുന്നുണ്ട് അന്വേഷിക്കണം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ചർച്ച ചെയ്യില്ലേനാ? ഇപ്പൊ ആരെങ്കിലും അനങ്ങുന്നുണ്ടോ? ഞാൻ ഒറ്റ കാര്യം പറയാം, ഇതുപോലെ വിവരം കെട്ടവരല്ല മുസ്ലിങ്ങൾ. അവര് പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കിയിട്ട് അങ്ങ് പറയും. ഒളിവിലിരുന്നു കൊണ്ടൊന്നും ഇത്തരം പ്രവർത്തനങ്ങളും ചെയ്യില്ല. അവർ കാരണം ഒരൊറ്റ തന്തൊക്കെ ജനിച്ചവരായിരിക്കും അവർ മുഴുവൻ. ചാണകങ്ങളെ പോലെയല്ല. മനസ്സിലായ? അല്ലാതെ എന്ത് വിഷയങ്ങളും നാട്ടിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി നോക്കി. എത്ര വിഷയങ്ങൾ ഇവറ്റകളിൽ തൂറിയിട്ട് മനുഷ്യന്റെ മലം അമ്പലത്തിൽ കൊണ്ടേ എറിഞ്ഞില്ല. മലപ്പുറത്ത് കഴിഞ്ഞ 3-4 വർഷം മുമ്പ് ഇല്ലേ ഈ നാണം കെട്ട വർഗങ്ങൾ ഇല്ലേ? രാജ്യത്തിന്റെ കറൻസി അടിച്ചിട്ട് 2 പ്രാവശ്യം എറണാകുളത്ത് വെച്ച് ഒരു തമ്മാടിയെ പിടിച്ചില്ലേ? ഇല്ലേ? രാജ്യത്തിന്റെ കറൻസിയെ പോലും തകർക്കുന്ന വിധത്തിൽ ആ തമ്മാടിക്ക് ജാമ്യം കിട്ടിയില്ലേ? നേരെ പറഞ്ഞ അതിന്റെ പേര് ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇല്ലേ? ഇങ്ങനെ നാട് മുഴുവനും വിദ്വേഷവും വർഗീയതയും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുന്ന ആ നാണം കെട്ട പ്രതിശ്വാസമായിട്ട് നോ കോംപ്രമൈസ് പറഞ്ഞല്ലോ ഇലക്ഷന് മുമ്പേ. ഞങ്ങൾ ഇലക്ഷന് പരാജയപ്പെട്ടെന്നങ്ങ് വിചാരിക്കും. പക്ഷെ വർഗീയവാദികളെ വോട്ട് വേണ്ട എന്നൊക്കെ വാണടിക്കുന്ന ഞങ്ങൾ കേട്ടല്ലോ. ഇപ്പൊ എന്തിനാ വർഗീയവാദികളെ കയറ്റി അവിടെ ഇരുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ വാങ്ങിക്കുന്ന നിവേദനമൊക്കെ വാങ്ങിക്കുന്നതൊക്കെ ഫോട്ടോ ഇട്ടിങ്ങനെ പ്രചരിപ്പിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഇനി അതിനും മറുവാദങ്ങൾ വരും. എന്താ? അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ, അപ്പം എല്ലാവർക്കും കാണാനുള്ള അവകാശമുണ്ട്. ഇല്ല ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അകറ്റി നിർത്തേണ്ടവൻ അകറ്റി നിർത്തണം. ഒരു സ്റ്റേറ്റിനകത്തുള്ള സമാധാനമായി ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ സമാധാനക്കേട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നാണം കെട്ടവനെ ഒരു കാരണവശാലും ഒരു ഘട്ടത്തിലും മുഖ്യമന്ത്രി എന്നല്ല ആരായാലും അടുപ്പിക്കാൻ പാടില്ല. അകറ്റി നിർത്തുക തന്നെ വേണം. ഒരു മുഴം അകറ്റി നിർത്തണം നാണം കെട്ട വർഗത്തിന്. മനസ്സിലായ?
അല്ലാതെ അതിന് ഇപ്പം മെഴുകിയിട്ടും കേട്ടാരും വരണ്ട. ഞാൻ കോൺഗ്രസ്സുകാരൻ തന്നെയാ. ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയെ കണ്ടിട്ടൊന്നും ഞാൻ കോൺഗ്രസിന്റെ ആശയത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയല്ല. RSSനോടൊരു വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിക്കുന്ന ഗാന്ധി കുടുംബത്തിന്റെ ഒപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. അത് എന്ത് നഷ്ടങ്ങൾ സംഭവിച്ചാലും ആ നഷ്ടങ്ങൾ ആ ഇഷ്ടത്തോടെ തന്നെ അങ്ങ് അംഗീകരിക്കും, ഒരു തർക്കവും വേണ്ട. പക്ഷെ വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടി ഇതുപോലുള്ള നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിനകത്ത് ഈ പറയുന്ന ഈ തള്ളച്ചിയെ കൊണ്ട്, ഈ ശശികല എന്ന് പറയുന്ന വിഷജന്തുവിനെ കൊണ്ട് ആ സമുദായത്തിൽപ്പെട്ടവർക്കെങ്കിലും 10 പൈസന്റെ ഉപകാരം കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഒന്നും പറയുന്നില്ല. ഈ കഴിഞ്ഞ അടുത്ത ദിവസമല്ലേ ഒരു വെല്ലുവിളി അൻസാരി സൂരി എന്ന് പറയുന്ന ഒരു ഉസ്താദ് നടത്തിയത്? അതേ സമുദായത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു 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 സഹോദരിക്ക് എന്തോ വലിയ മാരകമായ അസുഖം വന്നു. ഏകദേശം 38 ലക്ഷം രൂപ വേണം, ഇല്ലേ? 28 ലക്ഷം രൂപ ഉസ്താദ് പിരിച്ചു കൊടുത്തു. കഴിച്ച 10 ലക്ഷം രൂപ ആ മതത്തിൽപ്പെട്ട. ഞാനത് പറയുമ്പോ നിങ്ങൾ മറ്റൊരിടത്തിലേക്ക് വ്യാഖ്യാനിക്കല്ലേ, കാരണം ഇതിങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ടാ ആ 10 ലക്ഷം രൂപ ഒന്ന് പിരിച്ചു കൊടുക്കാൻ വേണ്ടി ഈ നാണം കെട്ടവരെ വെല്ലുവിളിച്ചില്ലേ? ആ വെല്ലുവിളി ഏറ്റെടുക്കാതെ ആ അൻസാരി ഉസ്താദിനെ തെറി പറയാനുള്ള ഈ തെമ്മാടിക്കൂട്ടങ്ങൾ വരിയായി സോഷ്യൽ മീഡിയയിൽ വന്നത് എന്താ പറഞ്ഞു വെക്കുന്നത്? ഒരു പാവപ്പെട്ട ഹിന്ദു സ്ത്രീയെ സഹായിച്ചതിന്റെ പേരിൽ ഇതിങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി, ലൈക്ക് കൂട്ടാൻ വേണ്ടി, റീച്ച് കൂട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയാവോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഈ നാണം കെട്ടവര് മറുപടി പറഞ്ഞത്. എടാ, ആണായി പിറന്നതാണെങ്കിൽ, മുഖത്ത് മീശയുണ്ട് വെച്ചിട്ട് നീയൊക്കെ നട്ടലിൽ പറയപ്പെട്ടതാണെങ്കിൽ ഈ സംഘി തീട്ടങ്ങൾ എന്ന വേദത്തിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കുക. എന്നിട്ട് ആ 10 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുത്തിട്ട് പറയാ, ഇതാ നിങ്ങളെ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തു എന്നാ പറയേണ്ടത്. ഈ പറയുന്ന തളച്ചടക്കം ഏറ്റെടുക്കണമായിരുന്നു. ആരെങ്കിലും ഏറ്റെടുത്തോ? ഇല്ലല്ലോ. ഇവറ്റകൾക്ക് അറിയാം. എന്നാൽ ഇവറ്റകൾ ഒരു വീഡിയോ ചെയ്താൽ ഒരു രൂപ പോലും ഒരു മനുഷ്യൻ കൊടുക്കത്തില്ല. മനസ്സിലായ? എന്നിട്ട് അങ്ങനെ പോലും സ്വന്തം സമുദായത്തിന് പോലും 10 പൈസന്റെ ഒരു ഉപകാരമില്ലാത്ത ഈ നാണം കെട്ട വർഗങ്ങൾ കാലത്തെഴുന്നേറ്റ് വിദ്വേഷവും വർഗീയതയും മാത്രം പറഞ്ഞ് നടക്കുന്ന, എന്നിട്ട് നിവേദനം കൊടുക്കാൻ പോലും ഏത് ഹിന്ദുവിനുണ്ടാക്കാനാണോ നീയൊക്കെ നിവേദനം കൊടുത്തത്? ആർക്കാണ് നിങ്ങളെ കൊണ്ടൊക്കെ ഉപകാരങ്ങൾ? ഏത് ഹിന്ദുവിനാ കിട്ടിയിട്ട് അത് പറയട്ടെ, കേൾക്കട്ടല്ലേ? എന്നിട്ട് അവൻ കണ്ടുപിടിക്കുക സ്കൂളിനകത്ത് അറബി ഭാഷയിൽ അന്യ കുട്ടികൾക്കും പഠിപ്പിക്കുന്നതിന് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിട്ട പോലും നിവേദനം കൊടുത്ത് ഭാഷയും കാര്യങ്ങളൊക്കെ നിന്റെ വിശപ്പ് മാറ്റുമോ? നാടിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പറയടാ. അതുകളൊക്കെ ഉണ്ടെങ്കിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിനെ പറ്റിയാണോ നിങ്ങൾ നിവേദനം കൊടുത്തെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ അത് കൊടുക്കണം, പാവപ്പെട്ടവർ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നു. അല്ലാതെ നിന്റെ ഒന്ന് പച്ച വർഗീയത തുപ്പുന്ന നിവേദനം കൊടുത്തിട്ട് അത് വാങ്ങിയിട്ട് അത് പത്രത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് കളിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഊളുപ്പില്ലാതെ ഛർദ്ദിക്കുക. ഊളുപ്പില്ലാതെ. മനസ്സിലായ? എന്തെങ്കിലും ഹിന്ദുവിനെ ഉണരൂ, ആ കാലത്ത് എന്നിട്ട് ഹിന്ദു ഉണരൂ എന്നിട്ട് ഉണർത്താൻ നടക്കൂ. എന്നിട്ട് ആ പാവങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങൾ വന്ന് ഒരു 10 രൂപന്റെ ഉപകാരം ഇവറ്റകൾ ചെയ്തു കൊടുക്കുമോ? ഞാനിത് കൊടുക്കണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നത് നല്ലപോലെ ചെയ്യണം, എല്ലാവരും ചെയ്യണേ, അത് വിഷയം വേറെ. പക്ഷെ ഇവറ്റകൾ അകറ്റി നിർത്തണം. മുക്കാമുറിയൻ ട്രൗസർ ഇട്ട് കാലത്ത് എഴുന്നേറ്റ് വന്ന് മതവിദ്വേഷങ്ങളും കാര്യങ്ങളും, എന്നിട്ട് മറ്റുള്ളവനെ ആരെങ്കിലും നന്മ ചെയ്യുമ്പോൾ അവിടെ പോയി അതിനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കി, ആ കിട്ടുന്നവരെ അതും ഇല്ലാണ്ടാക്കി എന്നിട്ട് പോയിട്ട് കടന്നുറങ്ങിയിട്ടിങ്ങൾ. എന്നിട്ട് കാലത്ത് ഹിന്ദുക്കുണരൂ. രാജ്യത്തിന്റെ അമ്പലം മുഴുവനും നാണം കെട്ട ഭാഗങ്ങൾ കത്തി തിന്ന് കൊണ്ടുപോയി. ഒരക്ഷരം മിണ്ടിയോ? അയോധ്യയിലൊക്കെ എന്താ സംഭവിച്ചത്? മുണ്ടിയോ? ഇവറ്റകളെ തത്ത പോലെ കിടക്കുകയല്ലേ ഇത്, അല്ലേ? എന്നിട്ട് ഇപ്പൊ മിനിയാന്ന് ഉസ്ബാക്കിസ്ഥാനിലങ്ങാട്ടം 2 പ്രണയത്തിന്റെ പേരിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഏതായാലും ആ കൊലയാളിയെ ഒരു മനുഷ്യനും അംഗീകരിക്കുന്നില്ല. മനസ്സിലായ? ഇനി അത് ഉസ്ബാക്കിസ്ഥാനിൽ പെട്ടത് നിന്റെ ഇന്ത്യയിലല്ല ചെയ്ത ക്രൈം, അത് അവിടെ ചെയ്തു. അവൻ ഭൂമിക്ക് മേലെ ഇരിക്കത്തില്ല. ഇസ്ലാമിക രാജ്യമാണ്, അതെങ്കിൽ ഇസ്ലാമിക നിയമമാണെന്ന് എനിക്കറിയില്ല. ഇസ്ലാമിക നിയമമാണെങ്കിൽ ഒരു തർക്കവും വേണ്ട, 1 മാസത്തിനുള്ളിൽ അവൻ ഈ ഭൂമിയിൽ നിന്ന് ഉണ്ടാവത്തില്ല. അതാ ഇസ്ലാം, അതാ മതം. അല്ലാതെ നിന്റെ പോലുള്ളൊക്കെ നിന്റെയൊക്കെ നാട്ടിനകത്ത് തെമ്മാടി കൂട്ടങ്ങൾ ഒരു പിഞ്ച് പൈതലിനെ കൊണ്ടുപോയി അമ്പലത്തിലിട്ടിട്ട് ബലാത്സംഗം ചെയ്തിട്ട് ദിവസങ്ങളിലോളം അതിന്റെ ഉള്ളിൽ വെച്ച നാണം കെട്ട വർഗങ്ങളാണ് നിങ്ങൾ, അല്ലേ?
എന്നിട്ട് വന്നിട്ട് ആ വീട്ടിനകത്ത് പോയിട്ട് ആ മരണപ്പെട്ട ആ വീട്ടുകാരൻ അവിടെ പോയിട്ട് ആ മരിച്ച മരണത്തെ പോലും അത് വിറ്റ് കാശാക്കാൻ വേണ്ടി നോക്കുന്ന നിനക്കൊക്കെ പോയി തൂങ്ങി ചത്തൂടെ? നീയൊക്കെ എന്ത് കുരച്ചാലും എന്ത് പറഞ്ഞാലും ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് പൂടയാന്നുള്ള കാര്യം നീ ഓർമ്മിച്ചോ. ഏതും കുരച്ചാലും മനസ്സിലായി. നിങ്ങൾക്കൊന്നും ഇങ്ങനെ കുരച്ചുകൊണ്ടൊന്നും ഒരു വിഭാഗത്തെയും ആർക്കും ഇല്ലാണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ ഇവനെയൊക്കെ നിന്നിട്ട് കേരളത്തിന്റെ ഒരു മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കും. വല്ലാത്ത പ്രയാസം തോന്നി, വല്ലാത്ത വിഷമം തോന്നി. മനസ്സിലായി. ഞങ്ങൾ പട്ടിണി നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ, പക്ഷെ സമാധാനം ഉണ്ടാക്കിയെടുക്കും കേരളത്തിനകത്ത്. ഇപ്പൊ രമേശ് ചെന്നിത്തലേന്റെ പെർഫോമൻസ് കണ്ടോ നിങ്ങൾ? നമുക്കിപ്പോ എത്ര സമാധാനം, എത്ര സന്തോഷമുണ്ട് ആ ഓപ്പറേഷൻ തൂഫാനൊക്കെ കൊണ്ടുവന്നതിന്റെ പേരിൽ, ഇല്ലേ? ആ മനുഷ്യനൊക്കെ നമ്മളൊക്കെ ഒരുപാട് കാലങ്ങൾ അദ്ദേഹത്തൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം തോന്നുന്നു അയാളാണ് ശരിയെന്നാ തോന്നിപ്പോകുന്നത്. ഇപ്പൊ അങ്ങനെ അകറ്റി നിർത്തേണ്ടവർ അകറ്റി നിർത്തുക. ഈ യൂട്യൂബൊക്കെ തുറക്കാൻ പറ്റുന്നില്ല. വെറും വിദ്വേഷവും വെറുപ്പും വിദ്വേഷം. കുറെ ജാമ്യതയൊക്കെ വന്നിരുന്നിട്ട് എന്തൊക്കെയാ പുലമ്പുന്ന്? അതൊക്കെ ബാൻ ചെയ്യുക. അവരെയൊക്കെ സ്വമേധിയാ കേസെടുക്കേണ്ട കാര്യങ്ങളാണ് യൂട്യൂബിൽ പറയുന്നത്. അന്നല്ലേ മുഖ്യം പറഞ്ഞേ ഞങ്ങളൊക്കെ അങ്ങ് മരിച്ചു പോകും, ഞങ്ങളെ പിന്നീട് വരുന്ന തലമുറയ്ക്ക് ജീവിക്കണ്ടേ എന്ന് ഡയലോഗ് അടിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ യൂട്യൂബിനകത്ത് വർഗീയത പറയുന്നവർക്കൊക്കെ എന്താ ജാമ്യമില്ലാതെ വകുപ്പെടുത്ത് കേസ് എടുത്ത് അകത്തിട്. ഒരു 5-8 ഉണ്ട്. എന്നാൽ തന്നെ കേരളം പൊതുവെ ശാന്തമായി, സഹോദര്യവും സ്നേഹവും ഒക്കെ തിരിച്ചു വരും. ഇത് കാലത്ത് എഴുന്നേറ്റ് വന്നിട്ട് ഒരു പക്ഷത്തെ മാത്രം മുസ്ലിങ്ങളെ മാത്രം അങ്ങ് ഉണ്ടാക്കാൻ നടക്കുക. ഒരു പൂടി നിങ്ങൾക്കൊന്നും പൊരിക്കാൻ കഴിയത്തുമില്ല. അതും ഞാൻ തീട്ടങ്ങ് പറഞ്ഞേക്കാം. ഇനി ഏതൊരുത്തരിക്കും പിന്നെന്താണ് കുറെ സംഗീതീട്ടങ്ങൾ വന്നിട്ട് അതിനകത്ത് ഹച്ചേച്ചി എന്നിട്ടിട്ട് അങ്ങ് വെക്കുമ്പോ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കൊണ്ട് നക്കി നീ ജീവിച്ചോളൂ, അത്രയേ ഉള്ളൂ. പക്ഷെ അതിൽ ഗവൺമെന്റിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഈ ഗവൺമെന്റ് ചെയ്യണം. ഞാനൊക്കെ വിചാരിച്ച അതൊക്കെ ബാൻ ചെയ്യുന്ന. എവിടെ ബാൻ ചെയ്യാൻ? എന്ത് ബാൻ ചെയ്യാൻ? നിങ്ങൾ ചിന്തിക്കണം. ഈ ജാമിദ എന്നൊക്കെ പറയുന്ന ഈ വേസ്റ്റ് ഒക്കെ വന്നിട്ട് ലോക മുസ്ലിങ്ങളെ ആരാധിക്കുന്ന ലോക മുസ്ലിങ്ങളുടെ ഇടനെഞ്ചിൽ എന്താ പറയേണ്ടത് ഇരിക്കുന്ന പുണ്യ റസൂലിനെ പറ്റി എന്ത് അൺപാർലമെന്റ് വാക്ക് ഉപയോഗിച്ചിട്ട് ഇതൊക്കെ പറഞ്ഞത് കൊണ്ട് ഒരു പൂടി സംഭവിക്കത്തില്ല. പക്ഷെ അത് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു മനപ്രയാസമുണ്ടല്ലോ വിശ്വാസികൾക്ക്, ഉണ്ടാവത്തില്ലേ? ഞങ്ങൾ ആരെങ്കിലും മറ്റൊരു അന്യമത വിദ്വേഷമോ അന്യമതത്തില് അവരിഷ്ടപ്പെടുന്ന ദൈവങ്ങളെയോ ഇന്ന് വരെ ഏതെങ്കിലും ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാ. ഞങ്ങൾ അവരെ ചവിട കുറ്റടിച്ച് കലക്കും. മനസ്സിലായ? അപ്പൊ അങ്ങനെ കൃത്യതയും വ്യക്തതയോട് മുന്നോട്ട് പോകുന്ന ഒരു സമുദായത്തെ ഏതെങ്കിലും ഒരുത്തനെ എന്തെങ്കിലും ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അതച്ചാക്ഷേപിച്ച് മുന്നോട്ട് വരുന്ന ഈ ചാണകങ്ങളെ ഒരു കാരണവശാലും എന്താ പറയാ അവിടെ അടുപ്പിക്കാനേ പാടില്ല, പ്രത്യേകിച്ചിട്ട് ഈ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ. ഞാനത് കണ്ടപ്പോഴേ പറഞ്ഞതേ ഉള്ളൂ. കാരണം നമുക്കത് ഒരു ഘട്ടത്തിലും അംഗീകരിക്കാൻ കഴിയില്ല, ഒരു ഘട്ടത്തിലും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവറ്റകളെ കൊണ്ട് ഒന്നുകിൽ ആ സമുദായത്തിൽപ്പെട്ടവർക്ക് വല്ല നേട്ടമുണ്ടാകണം, ഉപകാരങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ആ സമുദായത്തിൽ വഴിതെറ്റി സഞ്ചരിക്കുന്നവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരുന്ന വല്ല പ്രവൃത്തിയും ചെയ്യണം. അതായത് ചില സമയം മദ്യത്തിനോ ലഹരിക്കോ അടിമപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ നേർവഴിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനമൊക്കെ കാഴ്ചവെച്ചാൽ നമുക്ക് അംഗീകരിക്കാം. ഇതൊന്നുമല്ലല്ലോ. ഇത് കാലത്ത് എഴുന്നേറ്റിട്ട് ഒരു വൃത്തികെട്ടൊരു ചാനലുണ്ട്. ഏതാണോ ഒരു ചെലം ചാനലാ. എന്തിനേറെ ആ ചാനലിനകത്തൊക്കെ ഒരു ഫുട്ബോൾ വിഷയം പോലും ഇന്ത്യ കളിക്കുന്ന പോലുമില്ല. മനസ്സിലാക്കണം, നമ്മുടെ രാജ്യം കളിക്കുന്ന പോലുമില്ലാത്ത ഒരു ഫുട്ബോളിന്റെ അങ്ങ് ഏതോ വിദേശ രാജ്യത്ത് കളിക്കുന്ന അത് കൊണ്ടുവന്നിട്ട് ഇവിടെ വിദ്വേഷം ഉണ്ടാക്കാം. കുറെ ഊളകൾ 2-3 കയറി ഇരുന്നിട്ട് പച്ച വർഗീയതയല്ലേ പറഞ്ഞത് അല്ലേ? അതിനെതിരെ FIR നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് സ്വമേധിയെ കേസെടുത്തൂടെ? എന്നിട്ട് അതൊക്കെ ചെയ്തോ ഈ ഗവൺമെന്റ്? ചെയ്തില്ല. പിന്നെ എവിടെയാണ് മതനിരപേക്ഷത?
വർഗീയത ഇവിടെ ഞങ്ങൾ വളരാൻ അനുവദിക്കത്തില്ല എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിൽ ഏത് സമയത്താണ് പിന്നെ അനുവദിക്കാതിരിക്കുക എനിക്കറിയില്ല. ഇത്തരം ഘട്ടങ്ങളിലല്ലേ അത് അവസാനിപ്പിക്കണ്ടേ? ഇങ്ങനെ പറയുന്ന ഘട്ടത്തിൽ തന്നെ അങ്ങനെയല്ലേ വേണ്ടേ? അതാ ഞാൻ പറഞ്ഞല്ലോ, 150 വാട്ടിന്റെ മൈക്കും വെച്ചിട്ട് നമുക്ക് മൈതാനം നോക്കിയാലേ മൈതാനത്തിലെ ഓഡിയൻസ് നോക്കിയിട്ട് നമുക്ക് എന്ത് വിളിച്ചു പറയാ, എനിക്കും പറഞ്ഞൂടെ? പക്ഷെ അതല്ലല്ലോ കാര്യം നടപ്പാക്കി കാണിക്കല്ലേ വേണ്ടേ? അതാ ഞാൻ പറഞ്ഞത്. തൊട്ടടുത്ത സ്റ്റേറ്റിൽ നോക്ക് നിങ്ങൾ. ഇനി അതുപോലെ ഞങ്ങൾ ഭരിക്കുന്ന കർണാടകത്തിൽ നോക്ക്. മല്ലികാർജുനന്റെ ഖാർഗെയുടെ മകൻ അവിടെ RSSനോട് സ്വീകരിക്കുന്ന നിലപാട് നോക്ക് നിങ്ങൾ. എന്താ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. ഒരു പൊതു പരിപാടി പോലും ഗവൺമെന്റിന്റെ അറിവോടെ അല്ലാതെ നടത്താൻ അനുവദിക്കുന്നില്ല അവിടെ. അതാ ഗവൺമെന്റ്, അതാ പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഗവൺമെന്റുകൾ. മനസ്സിലായ? RSS രാജ്യത്തിന് ബാധിച്ച ക്യാൻസറാ എന്ന് ആർക്കാ ഇവിടെ അറിയാത്തത്? അവർ ഈ അവസ്ഥകൾ സ്വയം എന്താ പറയുന്ന ഒരു പേരിട്ട് സ്വയം പ്രഖ്യാപിത രാജാവ്, സ്വയം സേവകർ എന്ന് പറഞ്ഞ് നടക്കുന്നില്ല. എന്ത് നേട്ടമായിട്ടുള്ള രാജ്യം അത് നിങ്ങൾ പറ. നിങ്ങളെ മനസ്സാക്ഷിക്ക് ഞാൻ പറ്റും. ഈ വറ്റകളെ കൊണ്ട് എന്ത് ഉപകാരമാണ് ഈ രാജ്യത്തുള്ള ആർക്കെങ്കിലും കിട്ടിയിട്ടുള്ളത്? പറയാ. മിനിയാന്നെന്തോ വായ്പാട് അടിക്കുന്ന കേട്ട് എന്ന് മറ്റേ വാനന്തവാടി ചുരം വന്ന ചുരത്തിന്റെ മുകളിൽ മറ്റെന്തോ ഒരു ഇത് സംഭവിച്ചല്ലോ, എന്ന് പ്രകൃതിക്ഷോഭം. അപ്പൊ ക്ഷേമഭാരതി എവിടെ? എന്ത് ക്ഷേമഭാരതിയാണ്? എന്താ നിങ്ങൾ ഉണ്ടാക്കിയത് പറ. മുക്കാമുറിയൻ ടൊംസറൂട്ട് ആ ചളിയിൽ പോയിട്ട് കുറച്ച് കറങ്ങി കളിച്ചിങ്ങ് വന്നിയ ആർക്കെങ്കിലും ഒരു വീട് എടുത്തോളോ? നിങ്ങൾ എടുത്തോടത്തോ? അതിന്റെ ഏതെങ്കിലും ഒരുത്തനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു കൊടുത്തോ? ഞാനത് കൊടുത്തത് കൊണ്ട് പറയല്ല. ആ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ചെയ്തു വെച്ച കണ്ടില്ലേ നിങ്ങൾ? അന്ന് രാവിലെ തന്നെ ഓപ്പൺ ആക്കിയില്ലേ ഫുഡ് കൊടുക്കുക, ഇഷ്ടാനുസരണം ഭക്ഷണങ്ങൾ ഇല്ലേ? എന്ത് വേണമെന്ന് കഴിച്ചോ? വ്യക്തി വിളമ്പുകയല്ലേ ചെയ്യുന്നത്. അവിടെ വീടുകൾ എടുത്തു കൊടുത്തില്ലേ? അതിൽ ജാതിയും മതവും നോക്കിയോ? പറഞ്ഞോളൂ പറഞ്ഞോ? നിങ്ങളിപ്പം എല്ലാ ഘട്ടത്തിലും ഏതെങ്കിലും ഒരുത്തം ചെയ്തു കഴിഞ്ഞാൽ അപ്പാടുള്ള ജിഹാദ് വർഗീയവാദികൾ. നിന്റെ സീറ്റിൽ ജീവിക്കുന്നവരല്ല ഞങ്ങളടാ. നീ വർഗീയവാദി എന്നല്ല എന്ത് ഉണക്ക വലിക്കും വിളിച്ചു, അത് വിഷയം വേറെ. ഞങ്ങൾ കൂടത്തെ വില വഴക്കത്തില്ല, അത് വിഷയം വേറെ. മനസ്സിലായ? നിങ്ങൾ എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്തോ? ചേപ്പപ്പാരതി അബടിയും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കി, അതും പോട്ടെ. കാസർഗോഡ് ഈ കഴിഞ്ഞ കാലത്ത് ഈ ഒരു 2 ആഴ്ച ഒരു മാസങ്ങൾക്ക് മുമ്പ് ഒരാൾ മരണപ്പെട്ടു, RSS കാരണം അല്ലേ? അയാൾ 1 മാസം കുടുംബക്കാരൊക്കെ ഉപേക്ഷിച്ചിട്ട് വഴിയിൽ കിടക്കുന്നിടത്ത് അസുഖം വന്നു, വൃത്തിഹീനമായി, അടുത്തോട്ട് പോകുമ്പം ദുർഗന്ധം ഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെ എത്തിയത്. ഞാൻ പറയുന്നില്ല, മതം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്റെ ചേപ്പപ്പാരതി ഇല്ലേ? ചേപ്പപ്പാരതി 1 മാസം ട്രീറ്റ്മെന്റ് ചെയ്തു ഇല്ലേ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാം വൃത്തിയാക്കി ട്രീറ്റ്മെന്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തില്ലേ? അവസാനം അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും ആംബുലൻസ് 12,000 രൂപ വാടക കൊടുത്തിട്ട് ആംബുലൻസിൽ കൊണ്ടുവന്നു അവിടെയാക്കി. അപ്പം ഏതൊരു വേട്ടവൻ ചാണകവും ഗോമൂത്രവും ഭക്ഷിച്ച് നടക്കുന്നവന്റെ വിചാരം ഈ കളറ് കണ്ടല്ല ചേപ്പപ്പാരതി എന്നാ. എന്നിട്ട് ചാനലിൽ വന്നിട്ട് ഈ വൃത്തികെട്ട ചലഞ്ചാനലാ. അതിനകത്ത് വന്ന് എന്താ വിളമ്പിയത്? എന്താ പറഞ്ഞു വെച്ചത്? ഈ നാണം കെട്ടവനൊക്കെ ഈ ചാണകങ്ങൾ അത് ചേപ്പാപ്പാരതിന്റെ പാരതിയിലല്ലേ കൊണ്ടുപോയത്. പിന്നെ അവിടെ ചേപ്പാപ്പാരതിന്റെ വലിയ പ്രവർത്തകനുണ്ട് അവിടെ. എടോ, അത് ആംബുലൻസ് മുസ്ലിംസിന്റെയാ. ഞാനിത് പറയേണ്ടി വന്നത് ഈ നാണം കെട്ടവരിങ്ങനെ പറയിപ്പിക്കുന്നതാ. കാരണം ഒരു പൂർണ്ണത വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ. സഫ എന്ന ആംബുലൻസിന്റെ പേര്. പിന്നെ അവിടെ ഈ ദയിപ്പിക്കുന്ന ഘട്ടത്തിൽ നിന്റെ ചേപ്പാപ്പാരതിന്റെയോ BHP എന്നു ഹിന്ദു ഐക്യവേദിന്റെ ഒരു കുണാണ്ടറായിരിക്കാം, പക്ഷെ അവരവിടെ ജോലി ചെയ്യുന്നവനാ. മനസ്സിലായ? അവിടെ ആ ശിവസ്ഥാനം നോക്കി നടത്തുന്ന ശമ്പളത്തിൽ വെച്ചവനാ. അവനവിടെ വേണം, അവനാ ഉണ്ടായത്. ബാക്കി കർമ്മങ്ങൾ മുഴുവൻ ചെയ്തത് ആരാ? എന്നിട്ട് പറയാ ഇവർക്ക് റീച്ച് ഉണ്ടാക്കാൻ ഹൈപ്പ്. ഇത് വെച്ചിട്ട് വേണം ഇനിയിപ്പൊ ഹൈപ്പ് ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കിയിട്ട് എന്താ പറയാ, നാം പറയുന്ന ആ സഹോദരിക്ക് അങ്ങ് വലിയ ആളാവാൻ മതി. എടാ, ആ സഹോദരി ഈ ഗവൺമെന്റ് ഫോം ചെയ്ത അന്ന് 12 ലക്ഷം മുടക്കിയിട്ടൊരു മുഖ്യമന്ത്രിക്ക് ഒരു ആംബുലൻസ് സംഭാവന ചെയ്തതാ ഒരു ഹോസ്പിറ്റലിലേക്ക്. മനസ്സിലാക്കണം, സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ട്.